എമ്പുരാന്റെ വെട്ടിനെക്കുറിച്ചാണ്. സംഘപരിവാർ സംഘടനകളുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് സിനിമയിലെ 17 രംഗങ്ങൾ മാറ്റുകയാണ്. മൂഡ് പോകും സമീറ, നിങ്ങൾ എന്താണ് ഞാൻ കട്ടിയില്ല, എനിക്ക് പറ്റൂല, എന്റെ സിനിമനെ ഞാൻ അങ്ങനെ കൊല്ലൂല, എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. സിനിമയിലെ വില്ലന്റെ പേര് മാറും. ബജ്രംഗി എന്ന പ്രധാന വില്ലന്റെ പേരിന്റെ ഭാഗം മാറ്റുകയോ മ്യൂട്ട് ചെയ്യുകയോ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്ന്. മൂടും പോട്ടെ, മലയാള സിനിമ നശിച്ചു പോട്ടെ. എമ്പുരാൻ ഇന്ത്യ ഭരിക്കുന്നവരെ അപകീർത്തിപ്പെടുത്തുന്ന സിനിമ എന്ന് BJP ദേശീയ കൗൺസിൽ അംഗം C. രഘുനാഥ് പറയുന്നു. ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ. ഞാൻ അല്പം ഡീസന്റ് ആയി പോയതുകൊണ്ട് നിന്നെ പോലെ തറയാവാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. ആനുകൂല്യങ്ങളൊന്നും പറ്റുന്നില്ലെങ്കിലും ഒരു വലിയ പദവിയല്ലേ, ആ പദവി വഹിക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഇന്ത്യ ഗവൺമെന്റിനെതിരെയുള്ള ഒരു പടയോട്ടത്തിന് അദ്ദേഹം നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് തിരിച്ചു പോകണമെന്നുള്ള അഭിപ്രായം. ഞങ്ങളതിന് കേസും പോകും. വെറുതെ ചിരിപ്പിക്കരുത്. A few moments later. ലാലേട്ടന് കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ആർക്കും ആകാൻ പറ്റുന്ന BJP പ്രസിഡന്റ് പദവിയല്ല ഇവർക്ക് തോന്നുമ്പോൾ തിരിച്ചെടുക്കാൻ. ലെഫ്റ്റനന്റ് കേണൽ എന്ന് പറഞ്ഞാൽ RSSന്റെ കേണലിനല്ല. എന്നെ നാണം കെടുത്തരുത്, ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അത് ഇവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായതാണ്. ലാലേട്ടന് രാജ്യം കൊടുത്തതാണ് ലെഫ്റ്റനന്റ് കേണൽ പദവി. അത് തിരിച്ചെടുക്കാൻ പറയുന്നത് ഇവരാരാ? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ. ഇതിനകത്ത് ഇവര് ഇപ്പൊ RSSകാരുടെ അസ്വസ്ഥതയും അസൂയൊക്കെ കേരളത്തിൽ അങ്ങനെ ആരെങ്കിലും ഗൗരവമായിട്ട് എടുക്കും. ഇപ്പൊ എമ്പുരാൻ സിനിമ എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള ഒരു സിനിമയായിരുന്നു. അതിനകത്ത് കോമഡി സീൻസ് ഇല്ല. ഇവരുടെ ഈ പ്രതിഷേധത്തെയൊക്കെ അത് കാണിക്കാൻ പറ്റാത്ത ഡിലീറ്റഡ് കോമഡി സീൻസ് ആയിട്ടൊക്കെ കാണേണ്ട കാര്യമേ ഇവരുടെയൊക്കെ പ്രതിഷേധങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ വരെ ഉള്ളൂ. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെയും പേടിക്കണ്ട. എനിക്ക് ഇവരോടൊരു സ്നേഹത്തോടെ ഉള്ളൊരു അഭ്യർത്ഥന. ഒന്ന്, ഇവർ ഈ പതിവ് പോലെയുള്ള ഫണ്ട് തട്ടിപ്പ് ഏർപ്പാട് ഇതിനകത്ത് കാണിക്കരുത്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഇപ്പൊ ഞാൻ പലരുടെയും പോസ്റ്റ് കണ്ടു, ഈ ഞങ്ങൾ ഈ സിനിമയെ ബഹിഷ്കരിക്കുകയാണ് എന്ന് പറഞ്ഞ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്ന സ്ക്രീൻഷോട്ടുകൾ. പക്ഷെ ഇവർ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഒറ്റ സ്ക്രീൻഷോട്ട് തന്നെ ഇവന്മാർ എല്ലാവരും ഇടുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ ഒരു പ്രതിഷേധം കാണിക്കാനെങ്കിലും കാശ് മുടക്കി ടിക്കറ്റ് എടുത്തിട്ട് ക്യാൻസൽ ചെയ്യാൻ പറയാനുള്ളൊരു, ഇതിനകത്തെങ്കിലും ഈ ഫണ്ട് തട്ടിപ്പ് എന്ന് പറയുന്ന വ്യവസ്ഥ കാണിക്കാതിരിക്കാനുള്ള ഒരു മര്യാദ BJP-കാരന്മാർ കാണിക്കണം. അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. പിന്നെ മാത്രമല്ല 10 BJP-കാർ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നത് നല്ലതാണെന്നേ. ഇവരെ പോലെ അറുബോറന്മാരും യാതൊരുവിധമായ സരസകൃതി ഇല്ലാത്തവന്മാരും കലാബോധം ഇല്ലാത്തവന്മാരും കയറി ഒരു സിനിമയ്ക്ക് കയറി സ്ഥലം മെനക്കെടുത്തതിനേക്കാൾ എത്രയോ നല്ലതാ. ഒന്നാമത് ടിക്കറ്റ് കിട്ടാൻ വലിയ പ്രയാസമാണ്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.